ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? പ്ലാൻസ് എല്ലാം വന്നതിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് എല്ലാ പ്ലാൻസും സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. 5 ലിറ്റർ പ്ലാൻസ് എല്ലാം തന്നെ ഈ വീഡിയോയിൽ കാണിക്കാനാണ് വിചാരിക്കുന്നത്. സെയിലിനായിട്ടുള്ള പ്ലാൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം കണ്ടത് മാർഗോകോസ്റ്റ റോസുകളാണ്. വൈറ്റ് പിങ്കും അതുപോലെ റെഡ് മാർഗോകോസ്റ്ററും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ടൈഗർ റോസുകളാണ്. ഈ റോസ് അബിസാരിക്ക റോസാണ്. ഇതെല്ലാം നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. പ്ലാൻ സൈസ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആണ് വീഡിയോ എടുക്കാൻ വൈകിയത്. സോർട്ട് ഔട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കുകയായിരുന്നു. ഇത് ബ്ലാക്ക് റോസാണ്. പിന്നെ ഇതൊരു നാടൻ വെറൈറ്റിയാണ്. ഇതൊരു അടിപൊളിയായിട്ടുള്ള നമ്മൾ ഇതിനെ പർപ്പിൾ ഫെയറി എന്നെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊരു നാടൻ വെറൈറ്റിയാണ്. ബുഷായിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. പക്ഷേ പൂക്കളെല്ലാം കൊഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. സിംഗിൾ പെറ്റൽ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു നിർമ്മിതി പോലെയാണ് ഈ റോസ് കാണുമ്പോൾ. നിറയെ പൂക്കളുണ്ടാകും. ഇതിൻ്റെ വീഡിയോസെല്ലാം നമ്മൾ കഴിഞ്ഞ ഓണം ആ ഒരു സമയത്തെല്ലാം നിറയെ വീഡിയോസെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ വന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ലോൺ റൂട്ടഡ് ആയിട്ടുള്ള ബുഷായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. ഈ പ്ലാന്റ്സാണ് ഏകദേശം 10 എണ്ണത്തിനകത്തൊക്കെ ഉള്ളൂ. എല്ലാ വെറൈറ്റിയും കുറച്ച് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ സെയിലിനുള്ള ഒരു വെറൈറ്റിയാണ്. അടുത്തത് സെയിലിനായിട്ടുള്ളതൊരു മദർ പ്ലാന്റാണ്. നമ്മുടെ കൊൽക്കട്ട 300 എന്നറിയപ്പെടുന്ന റോസിൻ്റെ നല്ല അസാധ്യമായ ഫ്രാഗ്രൻസ് ഉള്ള കൽക്കട്ട 300 റോസിൻ്റെ ഒരു വലിയ പ്ലാന്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു റെഡ് സ്ട്രൈപ്സ് റോസിൻ്റേതാണ്. ഇതിൻ്റെ പ്ലാന്റ്സ് എല്ലാം തന്നെ വലിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതും നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇതിൻ്റെ അറിയത്തില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഭയങ്കര വലിയ ഇതൊരു ക്ലൈമ്പിംഗ് റോസാണ് കേട്ടോ. ഇപ്പോഴാണ് ഇതൊരു ക്ലൈംബറാണ് എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. കാരണം ഇതിൻ്റെ വലിയൊരു പ്ലാന്റ് 14 ഇഞ്ച് പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ താഴോട്ടെല്ലാം തൂങ്ങിയിട്ടും എല്ലാമാണ് അതിൻ്റെ ഫ്ലവർ ഉള്ളത്. പിന്നെയുള്ളത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. മിഡ് നൈറ്റ് ബ്ലൂ ഒരുപാട് പേര് ചോദിച്ച റോസാണ്. നമുക്ക് കിട്ടിയ സൈസ് ഈ ഇരിക്കുന്ന സൈസാണ്. അപ്പോൾ ഇത് ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല പ്ലാന്റ്സ് തന്നെയാണ്. പിന്നെയുള്ളത് പ്രിയതമ റോസാണ്. പ്രിയതമ റോസ് എന്ന് പറഞ്ഞാൽ വിവിച്ച് എന്നെല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ ഭയങ്കര ഭംഗിയുള്ള റോസ്. വേറൊരു വീഡിയോ കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാ പേർക്കും ഈ റോസിനെ മനസ്സിലാവും. അത് ഇതാണ്. നമ്മുടെ മനസ്സ് കവർന്ന ആ ഒരു പിങ്ക് സുന്ദരിയെ ആരും മറക്കാനിടയില്ല. അപ്പോൾ അവളുടെ പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പർച്ചേസിൽ നമുക്ക് സെയിലിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യമുള്ളത് മദർ പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. വലിയ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത്. എല്ലാം കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യക്കാർ ചെക്ക് ചെയ്ത് നോക്കുക. നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മുടെ നാട്ടിലും ധാരാളമായി പൂക്കളുണ്ടാകുന്നുണ്ട്. അതുപോലെ അടുത്തത് ഡബിൾ ഡിലൈറ്റ് റോസുകളാണ്. ഡബിൾ ഡിലൈറ്റ് റോസുകൾ എല്ലാ തവണയും നമുക്ക് വരുന്നത് നല്ല വലിയ പ്ലാന്റ്സാണ്. ഇപ്രാവശ്യവും നമുക്ക് വലിയ പ്ലാന്റ്സാണ് വന്നിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റീസ് എല്ലാം ഇനിയും കൂടുതൽ വെറൈറ്റീസ് കാത്തിരിക്കുന്നവരുണ്ട്. ഏകദേശം ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് കുറച്ചുകൂടെ വെറൈറ്റീസ് എല്ലാം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴെല്ലാം അവിടെ മഴ അങ്ങനെയൊക്കെയുള്ള പ്രതികൂല കാലാവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് മഞ്ഞ് കൂടുതലാണ് അവർക്ക്. നമുക്കുണ്ടാകുന്നതിൻ്റെ ഇരട്ടി മഞ്ഞാണ് അവിടെ ഉണ്ടാകുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ. അപ്പോൾ ഇനിയിപ്പോൾ പ്രൊഡക്ഷനൊക്കെ വളരെ കുറവായിരിക്കും. ജൂണൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്ന റോസസൊക്കെ വരുന്നത്. ഇത് പീച്ച് റോസാണ്. പീച്ച് റോസ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. കുറച്ച് മുന്നേ നമ്മൾ കണ്ടത് ഡബിൾ ഡിലൈറ്റിൻ്റെ പ്ലാന്റ് സൈസാണ്. പീച്ച് റോസ് എല്ലാ കാലത്തും പൂവുണ്ടാകുന്ന, കെയറിങ് കുറവാണെങ്കിൽ പോലും പൂക്കളുണ്ടാകുന്ന റോസാണ് പീച്ച് റോസ്. അതിൻ്റെ ഏതാനും ചെടികൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇനിയുള്ളത് ആപ്രിക്കോട്ട് റോസുകളാണ്. ബിസ്ക്കറ്റ് കളറിൽ ഡിയർ റോസിനെ അനുസ്മരിപ്പിക്കുന്ന രൂപഭേദങ്ങളോട് കൂടിയിട്ട് ബെഞ്ചായിട്ട് വിരിയുന്ന റോസാണ് ആപ്രിക്കോട്ട് റോസ്. വലിയ പ്ലാന്റ്സാണ് അതിൻ്റേത്. ഇതും ഞാൻ ഒരുവിധം എല്ലാം കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. പിന്നെ നമുക്ക് സെയിലിനായിട്ട് ഒരു ചന്ദന റോസുണ്ട്. അതാണ് ഈ ഇരിക്കുന്നത്. പിന്നെ മഞ്ഞ ക്ലൈംബർ, യെല്ലോ ക്ലൈംബർ, ഫ്രാഗ്രൻസ് സുന്ദരി, അസാധ്യ മണമുള്ള ക്ലൈമ്പിംഗ് റോസ്. നമ്മുടെ നാട്ടിൽ പല ഷേപ്പിലും പല നിറങ്ങളിലും അത് വിരിയുന്നുണ്ട്. ഇതൊന്ന്. അതുപോലെ ഇനിയും നമ്മുടെ നാട്ടിൽ ഇത് നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. അവിടെ നിൽക്കുന്നതിൽ ഭംഗിയായിട്ട് നമ്മുടെ നാട്ടിലാണ് നന്നായിട്ട് വിരിയാറുള്ളത്. ഇത് മറ്റൊരു ഭാവമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പ്ലാന്റ്സ് യെല്ലോ ക്ലൈംബർ വിരിയാറുള്ളത്. ക്ലൈമ്പിംഗ് റോസുകൾ നമുക്ക് വേറെയും വന്നിട്ടുണ്ട്. സാധാരണ വരുന്ന റോസുകളും എല്ലാം നമുക്ക് ക്ലൈമ്പിംഗ് റോസുകൾ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ
യെല്ലോ ക്ലൈംബറിൻ്റെ സൈസാണ്, വലിയ പ്ലാന്റ്സാണ്. പിന്നെയുള്ളത് 7 ഡേയ്സ് റോസാണ്. 7 ഡേയ്സിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് വളരെ കുറവാണ്, അതുകൊണ്ട്. അതുപോലെ ബഡ് റോസുകളുണ്ട്. ബഡ് റോസുകൾ നല്ല ബുഷായിട്ടുള്ള ബഡ് റോസുകൾ 7 ഡേയ്സിൻ്റെ നമുക്ക് അവൈലബിൾ ആണ്. ഇരിക്കുന്നതാണ് ബഡ് റോസുകൾ. അപ്പോൾ അതും നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് ബ്ലൂ ഫോർ യു റോസാണ്. കഴിഞ്ഞ തവണയും വന്നിട്ടുണ്ടായിരുന്നു. 1-2 പേർക്കെല്ലാം നമ്മളിത് കൊടുക്കാനായിട്ട് പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ അവർക്കുള്ളതും അത് കൂടുതലായിട്ടും നമുക്ക് ഇപ്രാവശ്യം ബ്ലൂ ഫോർ യു വന്നിട്ടുണ്ട്. ബ്ലൂ ഫോർ യു അതിൻ്റെ നിറം കൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റോസാണ്. അതുപോലെ സിംഗിൾ പെറ്റൽ ലവേഴ്സിനെ ഇഷ്ടമുള്ള ഒരു റോസാണ്. കാരണം അതൊരു സിംഗിളല്ല, 1-2 ലെയറൊക്കെ ഉണ്ട്. പിന്നെ സെൻറ്റിമെൻ്റൽ റോസ്, അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. നമ്മളോട് പ്ലാന്റ്സ് ആദ്യമായി വാങ്ങുന്നവർക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും, അതുകൊണ്ടാണ് പ്ലാന്റ് സൈസ് കാണിക്കുന്നത്. മിനി ഈദൻ റോസുകൾ നമുക്ക് ഇത്തവണയും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ് റോസും നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഇത് ഒരു ബിഗ് പ്ലാന്റ് ആണ്, പക്ഷേ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ് സൈസ് ഞാൻ മുന്നേ ഏതോ ഒരു ഷോർട്ട് വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, അതുപോലെ ഈ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഇത് നേരിട്ട് കാണുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാകുന്നതാണ് ഇതിൻ്റെ ഒരു കളറ്. പറഞ്ഞറിയിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഒരാളെന്നോട് ഇഷ്ടികയുടെ കളറുള്ള റോസ് കാണിച്ചില്ലേ എന്ന് ചോദിച്ചു. ഇഷ്ടികയുടെ കളറാണോ എന്ന് ചോദിച്ചാൽ ഇതിനൊരു ബ്ലാക്ക് ഷെയ്ഡുണ്ട്, ഒരു ബ്ലാക്ക് ബോർഡറുണ്ട് ഇതിന്. അത് നമുക്ക് വീഡിയോയിൽ അങ്ങനെ വിസിബിൾ അല്ല. ഇതാണ് നമ്മുടെ ആ പറഞ്ഞ റോസ്. ഏതാണ്? ചോക്ലേറ്റ് റോസിൻ്റെ സൈസ്. പിന്നെ ഇതിപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ്. ഇത് നമുക്ക് കാറ്റലോഗിൽ നിന്ന് തന്നെ ഏകദേശം ഓറഞ്ച് യെല്ലോ ലെമൺ റോസ് സ്റ്റോക്ക് ഔട്ടാണ്. ഇത് അസാധ്യ സുഗന്ധമുള്ള പിങ്ക് റോസാണ്. ഇത് മണമെന്നെല്ലാം പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണമുള്ള റോസുകൾപ്പെട്ടതാണ്. അത് മിക്കവാറും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഇത് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്ലൈംബിംഗ് റോസാണ്. ഭയങ്കര വലിയ പ്ലാന്റ്സാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതല്ല, ഇത് അവിടുത്തെ മദർ പ്ലാന്റ് ആണ്, പക്ഷേ നമുക്ക് വലിയ പ്ലാന്റ്സാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. മിഡ് നൈറ്റ് ക്ലൈമർ അല്ലെങ്കിൽ നൈറ്റ് ഓൾ എന്നെല്ലാമാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലാന്റ്സാണ് ഈ ഇരിക്കുന്നത്, വലിയ പ്ലാന്റ്സാണ്. പിന്നെ ഇത് എല്ലാ പേർക്കും അറിയാം, ഓർമ്മയുണ്ടാകണം എല്ലാ പേർക്കും. ഇത് നമ്മുടെ ലാവൻഡർ ബെഞ്ച് റോസിൻ്റെ 14 ഇഞ്ച് പ്ലാന്റ്. ഇത് നമുക്കൊരു തവണ സെയിലിന് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇതിനകത്ത് നമുക്ക് സെയിലിനായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതാണ്. റെഫറൻസിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയതാണ് ഈ ഒരു പ്ലാന്റ് സൈസ്. ഇതിൻ്റെ പ്ലാന്റ്സ് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വേറൊരു കസ്റ്റമർക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഇതാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ള ലാവൻഡർ ബെഞ്ച് റോസ്. അധികമൊന്നുമില്ല, 2-3 എന്തോ ഉണ്ട് ഉള്ളതെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് വയലറ്റ് റോസ് ഉണ്ട്. വയലറ്റ് മണമുള്ള വയലറ്റ് റോസ്, ഫ്രാഗ്രൻസ്, അതായത് ഫ്രാഗ്രൻറ്റ് പ്ലം എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു റോസ്. പിന്നെയുള്ളത് മണമുള്ള തന്നെ മറ്റൊരു ലാവൻഡർ വെറൈറ്റിയാണ്. ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു ഫ്ലവറാണ് ഇത്. ഫ്രാഗ്രൻസ് ഉള്ള ലാവൻഡർ റോസുകൾ അങ്ങനെ അധികമില്ല, എന്നാൽ ഇത് ഫ്രാഗ്രൻസ് ഉള്ള ഒരു ലാവൻഡർ റോസാണ്. ബ്ലാക്ക് റോസ് നേരത്തെ കാണിച്ചിരുന്നു. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹണി ഡിജിൻ എന്നറിയപ്പെടുന്ന റോസാണ്. ഗോൾഡൻ റോസ് എന്നെല്ലാം അറിയപ്പെടുന്നതാണ്. ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള പൂക്കളാണുള്ളത്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇതും നേരിട്ട് കണ്ടാൽ മാത്രമാണ് അതിൻ്റെ ഭംഗി നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. പിന്നെയുള്ളത് പനിനീർ റോസിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ് 8 ഇഞ്ച് പോട്ട് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അതിൻ്റെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക്. അത് 5 ലിറ്റർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിനകത്ത് നിറയെ മുട്ടുകളൊക്കെ ഉള്ളതാണ്. കാരണം പനിനീരങ്ങനെ പിടിക്കുന്നില്ല, അതല്ലെങ്കിൽ നീണ്ടു പോകുന്നു എന്നുള്ളവർക്ക്, പരാതികളുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറുതിലേ തന്നെ പൂക്കുന്ന പനിനീർ റോസുകളുമായിട്ടാണ് ഇപ്പോൾ വരാറുള്ളത്. ഇപ്പോഴും ഇത്തവണയും നമുക്ക് ആ ഒരു പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. മുട്ടുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സാണിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ റെഡ് പിനാക്കിയോയുടെ നല്ല പ്ലാന്റ്സ്, നിറയെ പ്ലാന്റ്സ് റെഡ് പിനാക്കിയോയുടെ വന്നിട്ടുണ്ട്. അപ്പോൾ റെഡ് പിനാക്കിയോ റോസ് ഇതിൽ കുറച്ചൊക്കെ ആരൊക്കെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാറ്റലോഗിൽ ആഡ് ചെയ്യുന്നതിന് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ കാറ്റലോഗിൽ ആഡ് ചെയ്തതിന് ശേഷം എല്ലാ പേരും വന്നിട്ട് കുറേ പേരെല്ലാം കുറേ പ്ലാന്റ്സ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കപ്പ് ഷേപ്പ് ബ്യൂട്ടി എന്ന് നമ്മൾ വിളിക്കുന്ന റോസാണ്. അത് നമുക്ക് ഇപ്രാവശ്യം സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ
ഇത് ഫെയറി പിങ്ക് എന്നറിയപ്പെടുന്ന റോസാണ്. ഫെയറി പിങ്കിൻ്റെ ബഡ് റോസുകളാണ്. ഇത് ബേബി പാരഡൈസ് റോസുകളാണ്. അതും നമുക്ക് ഇത്തവണ അവൈലബിൾ ആണ്. മാംഗോ യെല്ലോയുടെ നല്ല പ്ലാന്റ്സ് ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുണ്ട്. മാംഗോ യെല്ലോ റോസുകൾ. അതുപോലെ തന്നെ അസാധ്യ മണമുള്ള മറ്റൊരു റോസ് കൂടിയുണ്ട്, നമ്മുടെ അർക്ക പരിമള. ഇത് അവിടെ നിന്ന് വന്ന അതേ ടൈമിലുള്ള ഫ്ലവറാണ്. അതാണ് നല്ല റെഡിഷ് ആയിട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു പിങ്കിലോട്ട് ഇത് മാറും. ഒരു ബ്യൂട്ടിഫുൾ പിങ്കിലോട്ടാണ് മാറുന്നത്. ഇത് ബോണിക്ക റോസാണ്. ബോണിക്ക റോസ് നമുക്ക് 2 3 എന്തോ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ കണ്ട ഒരു യെല്ലോ ഓറഞ്ച് റോസ് കോപ്പർ റോസ്റ്റിൻ എന്നുള്ള റോസാണ്. അതേപോലെ പീച്ച് ക്രിക്രി റോസുകൾ, പിന്നെ നമ്മുടെ സെൻറ്റഡ് റോസ്, അതുപോലെ പിങ്ക് ബട്ടർഫ്ലൈ റോസ്, പിന്നെ ഇതൊരു വൈറ്റ്, ഒരു വിശേഷപ്പെട്ട വൈറ്റ് റോസാണ്. ഒരേ ഒരു പ്ലാന്റ് മാത്രമാണുള്ളത്. ഇതിങ്ങനെ ഫ്ലവറിൻ്റെ നടുവിലിങ്ങനെ പൂമ്പൊടിയെല്ലാം നന്നായിട്ട് കാണുന്ന ടൈപ്പിലുള്ളൊരു റോസാണ്. അപ്പോൾ അതിൻ്റെ ഒരൊറ്റ പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെയാണ്. പിന്നെ അതുപോലെ ബിസ്ക്കറ്റ് റോസുകളുണ്ട്. പിന്നെ കുറച്ചെല്ലാം ഇതിൽ കാണിക്കാത്ത വെറൈറ്റീസ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓറഞ്ച് ഫ്ലോറിബണ്ട റോസുകളുണ്ട്. അതുപോലെ റെഡ് മാർഗോഗോസ്റ്റ് റോസുകളുണ്ട്. അതുപോലെ തന്നെ സെൻറ്റിമെൻ്റൽ ക്ലൈംബിംഗ് റോസുകളുണ്ട്. ഒരു DA വെറൈറ്റി പോലത്തുള്ള ഈ ഒരു റോസ് ഇപ്രാവശ്യം നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചൊരു വിലക്കുറവിലാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ടൈം നമുക്ക് വലിയ പ്ലാന്റ്സ് ആയിരുന്നു. ഇപ്രാവശ്യം പ്ലാന്റ്സ് ചെറുതൊന്നുമല്ല, വ്യത്യസ്തമായ ഷേപ്പ്. വിരിഞ്ഞു തുടങ്ങുമ്പോൾ ഒരു DA റോസ് മാതിരി, ഒരു കപ്പ് ഷേപ്പ് മാതിരി നിൽക്കുകയും വിരിഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു കളറും ഒക്കെ കൂടെ ഭയങ്കര ഭംഗിയുള്ളൊരു റോസാണ്. നാടൻ വെറൈറ്റികളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫുള്ളൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്തിടത്തോളം ഞാൻ പറയുകയാണ്, ഇത് നമ്മുടെ നാടൻ ക്ലൈംബർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു നാടൻ ക്ലൈംബർ. ഇത് നമ്മുടെ നാട്ടിൽ ഒരു കസ്റ്റമർക്ക് പൂത്തതാണ്. അപ്പോൾ ഈ ഒരു ക്ലൈംബിംഗ് റോസ് ഒരു രണ്ടോ എന്തോ നമുക്ക് അവൈലബിൾ ആണ്. നേരിയൊരു ഫ്രാഗ്രൻസ് ഒക്കെയുള്ള ഒരു ക്ലൈംബിംഗ് റോസാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ അതുപോലെ ഓർക്കിഡ് റോസുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഓർക്കിഡ് റോസിന് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് സെയിലിനായിട്ടുണ്ട്. അതേപോലെ യെല്ലോ 7 ഡേയ്സ് നാടൻ അവൈലബിൾ ആണ്. അതേപോലെ ബ്രിട്ടീഷ് ക്യൂൻ നാടൻ അവൈലബിൾ ആണ്. കൊൽക്കട്ട 300 എന്നറിയപ്പെടുന്ന ഫ്രാഗ്രൻസ് ഉള്ള മറ്റൊരു റോസ് നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റ്, ബേബി പിങ്ക്, ഡച്ച് റോസസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഫെയറി റോസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു മാർഗോഗോസ്റ്റ് ഡാർക്ക് പിങ്ക്, കുറച്ചൊരു മിനിയേച്ചർ ഫ്ലവറാണ്. അതുപോലെ നല്ല നിറച്ച് പൂവുണ്ടാകുന്ന ബഞ്ചസ് ആയിട്ടുണ്ടാകുന്ന ഒരു റോസ് വെറൈറ്റിയാണ്. അതും അവൈലബിൾ ആണ്. വൈറ്റ് പനിനി റോസിൻ്റെ ബിഗ് പ്ലാന്റ്, അതായത് വലിയ മദർ മാതിരിയുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ചെറുതും അവൈലബിൾ ആണ്. മദർ പ്ലാന്റ് വേണ്ടുന്നവർ എനിക്ക് മെസ്സേജ് ഇടുക. ചില വെറൈറ്റീസിൻ്റെ, അതായത് കുറച്ച് വെറൈറ്റീസിൻ്റെ മാത്രമാണ് നമുക്ക് പറയാത്ത, പ്രീ ഓർഡർ അല്ലാത്ത മദർ പ്ലാന്റ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് വേണ്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ലാഗർഫെൽഡ് എന്നറിയപ്പെടുന്ന നല്ല അതീവ ഹൃദ്യമായ മറ്റൊരു റോസ് ഫ്ലവറാണ്. അത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരുവിധം ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും ഇതിൽ പറയാത്തതുണ്ടെങ്കിൽ നമുക്ക് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. മിനി ഈതൻ റോസുകളുടെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് 8 ഇഞ്ച് പോട്ട് പ്ലാന്റ്സ് ഉണ്ട്. അതിൽ ഓൺ റൂട്ടഡ് പനിനീർ റോസുകളുണ്ട്. പിന്നെ ഈ ഒരു പുതിയ വെറൈറ്റി റോസുണ്ട്. ഭയങ്കര ഭംഗിയാണ്, ഫ്രാഗ്രൻസ് ഉള്ളൊരു റോസാണിത്. അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് 8 ഇഞ്ച് പോട്ട് പ്ലാന്റ്സും കൂടെ ഉണ്ട്. അത് ചിലതെല്ലാം ഫ്ലവർ വരാനുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതേപോലെ 8 ഇഞ്ചിൽ നമുക്ക് ഡബിൾ ഡിലൈറ്റ് പ്ലാന്റ് അവൈലബിൾ ആണ്. ഇത് ലാഗർഫെൽഡ് എന്ന് പറയുന്ന റോസാണ്. ഇത് നല്ല വലിയ റോസാണ്. ഭയങ്കര ഫ്രാഗ്രൻസ് ഉള്ള റോസാണ്. ഇത് വേറൊരു ബിസ്ക്കറ്റ് റോസാണ്. ബിസ്ക്കറ്റ് റോസിൻ്റെ പിന്നെ ഏതാനും ഓൺ റൂട്ട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതെല്ലാം ഒരു പ്രീ ഓർഡർ വഴി നമ്മളതെല്ലാം ഓൺ റൂട്ട് വരുമ്പോൾ പറയണേ എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടെല്ലാം നമ്മളതെല്ലാം
മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഓൺ റൂട്ട് ഡീല മാൽമേഷൻ റോസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം നല്ല ബുഷ് പ്ലാന്റ്സ് ആണ്. സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വഴി നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങിക്കൂ. നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. നിങ്ങൾ എന്തിനാണോ പൈസ തരുന്നത് അതേ പ്ലാന്റ്സ് തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.